ഷിഗല്ല ഭീതി പടരുന്ന സാഹചര്യത്തിൽ തൃശൂരിൽ നിന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത്. കഠിനമായ വയറുവേദനയെ തുടർന്ന് കൊടകരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തൃശൂർ മാപ്രാണം സ്വദേശിയായ 43-കാരന്റെ മരണത്തിലാണ് ഇപ്പോൾ നിഗൂഢതകളും പ്രതിഷേധവും പുകയുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ചികിത്സയിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് കുടുംബം പോലീസിനെ സമീപിക്കുകയും തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം ഒടുവിൽ ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചത്. എന്നാൽ ഈ ദാരുണമായ സംഭവത്തിന് പിന്നാലെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സമീപനം തങ്ങളെ കടുത്ത മാനസിക വിഷമത്തിലാക്കിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മരണകാരണം ഷിഗല്ലയാണെന്ന സുപ്രധാന വിവരം ആരോഗ്യ വകുപ്പ് അധികൃതർ തങ്ങളിൽ നിന്ന് പൂർണ്ണമായി മറച്ചുവെച്ചു. ഒടുവിൽ മാധ്യമ വാർത്തകളിലൂടെയാണ് തങ്ങൾ ഈ വിവരം അറിഞ്ഞതെന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആരോപണം. കുറച്ചു ദിവസങ്ങളായി ജോലിയിൽ പ്രവേശിക്കാതെ വീട്ടിൽ തന്നെ കഴിയുന്ന ഇയാൾക്ക് എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇത് നാട്ടുകാരിലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് പടർത്തുന്നത്. അതേസമയം മരണവിവരം പുറത്തു വന്നതോടെ കൊടകര പഞ്ചായത്തിലെ 3, 8 വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ഊർജിതമാക്കിയെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നത്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായി ഈ പ്രദേശങ്ങളിലെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാനാണ് നിലവിൽ DMOയുടെ തീരുമാനം. മരണപ്പെട്ട വ്യക്തി അടുത്തിടെ ഒരു ജന്മദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തതായി വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരനും ഷിഗല്ല ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഈ മാപ്രാണം സ്വദേശിയുടെ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഈ വർഷം മാത്രം കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 5ആയി ഉയർന്നിരിക്കുകയാണ്. ശുചിത്വത്തിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ്.